ഈ കോടതി വിധിയാണ് സാറേ ശരിക്കുള്ള ബമ്പർ. ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഈ കോടതി വിധിയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? കോടതി വിധി കൊള്ളാം, പക്ഷേ ഈ 3 ചെറുപ്പക്കാർക്ക് സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. എന്നെ പോലെ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയാചാര്യന് തീർച്ചയായും KSRTC ലാഭകരമാക്കി കഴിഞ്ഞേക്കും. പക്ഷേ ഉപദേശം വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് വരണം, ഞാൻ അങ്ങോട്ട് പോകില്ല. അപ്പൊ ശരി, കാണാ. ഓ, എന്തൊരു നല്ലാണോ. ഞാൻ എന്ത് പറയാനാ, ആര് വന്നാലും കണക്കാ. വളരെ നല്ല വിധിയാണ്. നമ്മളെ പോലുള്ള ചെറുപ്പക്കാർ വരണം, എന്നാലേ നാട് നന്നാവത്തുള്ളൂ. തീർച്ചയായിട്ടും നല്ല അഭിപ്രായം. അതായത് ഈ കൊടികളുടെ നിറം നോക്കാതെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഈ കോടതി വിധിയെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യാണ്. എന്തായാലും 3 പേർക്ക് എൻ്റെ ഓൾ ദ ബെസ്റ്റ്. വിധി എന്ന് വെച്ചാൽ കളക്ഷൻ കൂടി കൊണ്ട് KSRTC രക്ഷപ്പെടണമെന്നൊന്നുമില്ല. എങ്കിലും ഇതൊരു ശുഭപ്രതീക്ഷയാണ്. എന്നാലും ഞങ്ങൾ ചെയ്യാനുള്ള ജോലി നമ്മൾ തന്നെ ചെയ്യണമല്ലോ. 6 മാസം കൊണ്ടായി ഇത് എന്ത് എന്താവുന്നായി പറയുന്നേ. ഇവിടെ ഈ പന്തലിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അഗസ്റ്റിൻ. വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദിവസേന 9 കോടിയിലേക്ക് എത്തിയാൽ ഒരു ചെറിയ പ്രതീക്ഷ ലഭിക്കും. ആ 3 പേരിലാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ മുഴുവൻ. എന്താ കോടതി സംഭവിച്ചത്? എനിക്കറിയില്ല. ആ ജഡ്ജി എന്തൊക്കെയോ ചോദിച്ചു. ഇവനാണെങ്കിൽ വായി തോന്നിയ എന്തൊക്കെയോ വിളിച്ച് പറയുകയും ചെയ്തു. നാളെ ഇപ്പം എങ്ങോട്ടാ പോകേണ്ടത്? കോടതിയിലേക്കാണോ അതോ KSRTC സ്റ്റാൻഡിലേക്കാണോ? എനിക്കറിയില്ല. എടാ എബി, ഇത് നമുക്ക് പറ്റിയ പണിയല്ല. കംപ്ലീറ്റ് രാഷ്ട്രീയ കളികളാ. വെറുതെ ആവശ്യമില്ലാത്തൊരു പൊല്ലാപ്പെടുത്ത് തലയെ കയറ്റാൻ. എടാ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, വിട്ടേക്ക്. സാറേ, സാറൊന്നു പറ, ഇത് ശരിയാവൂല. ശരിയാവൂല. എന്നാ പറ്റൂലെന്ന് എഴുതി കൊടുത്തിട്ട് വല്ല US-ലോ യൂറോപ്പിലോ പൊയ്ക്കോ. എന്നിട്ട് നാട്ടിൽ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കുത്ത്. നിന്റെ നാട് നന്നാവണമെങ്കിൽ നീ മുന്നിട്ടിറങ്ങണം. സർ, മുന്നോട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിടണം. ഒരു കാര്യം ഉറപ്പാ, ഒരാള് മുണ്ട് മടക്കി കുത്തി ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയ അതിൽ സത്യം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. പിന്നെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാ. അനുകൂലമാവാൻ സാധ്യത കുറവാ. അങ്ങനെയാണേൽ അപ്പം നോക്കാം. സുപ്രധാനമായ മുന്നണി യോഗത്തിലേക്ക് ഗതാഗത മന്ത്രി ഇതാ എത്തിച്ചേരുകയാണ്. നമ്മുടെ പ്രതിനിധി ദിയ തത്സമയം ചേരുന്നു. സർക്കാരിന്റെ തീരുമാനം അതെന്തു തന്നെയായാലും ഈ യോഗത്തിന് ശേഷം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഗതാഗത മന്ത്രി നമ്മോടൊപ്പം ചേരുന്നു. കോടതി വിധിയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? എന്ത് വേണേ പറയാം സാർ, കോടതി വിധിയെക്കുറിച്ച് ഈ മച്ചിപ്പശുവിനെ എത്ര തൊടുത്ത് മാറ്റി കിട്ടിയാലും പറഞ്ഞ മനസ്സിലായോ പത്രക്കാരി? അതെ, കിട്ടിയില്ലെങ്കിൽ പിന്നെ പുറകെ പോകാൻ നിൽക്കരുതേ. മലയാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ ശ്രീ രാഗേഷ് ജോസഫ് മുന്നണി യോഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശരി, ഞാൻ ഒറ്റയ്ക്കല്ലോ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങളെ ഫ്രണ്ട് എത്തി. അതായപ്പെത്തും. വെള്ളം ആരാടുവന്മാര് അറിയില്ല. പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടേതായ രീതി നന്നായിട്ടൊന്ന് അന്വേഷിക്കാൻ പറ. SI നമ്മുടെ ആളാ. ഇതൊന്ന് കഴിഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറയാം. വാല് തുറക്കാൻ പോവാ, പത്രക്കാര് കാണും. ഒന്നടങ്ങി ഒതുങ്ങിയിരിക്കട്ടോ. എവിടെ ഈ തള്ളി കയറി വരുന്നത്? നമസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ നിങ്ങൾ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. ഈ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എന്റെ സ്ഥാനാ പോകുന്നത്. ഒന്ന് പറയടോ. അതെ, സാറിന്റെ പല്ലെടുത്തിരിക്കണം, അധികം മിണ്ടാൻ പറ്റത്തില്ല. അല്ലേലും ഇവിടെ ഒന്നും മിണ്ടാനുള്ളത്. വക്കീലേ, നാളെ തന്നെ നടക്കില്ലെന്നുള്ള കാര്യം കോടതിനെ അറിയിച്ചാണ് കേട്ടോക്കില്ലേ. നല്ല പോലെ പൈസ മുടക്കി കണ്ടവന്റെ കയ്യും കാലും പിടിച്ച് 10-30 ദിവസം പേരും കൊണ്ടിട്ടാ ഞാൻ ഇവിടെ ഞെളിഞ്ഞു വന്നിരിക്കുന്നത്, അറിയാവോ? അല്ലാതെ ആരെങ്കിലും തൂങ്ങിച്ചെത്തുന്ന് കരുതി അതിന് പരിഹാരമായിട്ടേ വല്ലവനെയും കെട്ടിയെഴുന്നള്ളിച്ചോണ്ട് ഇവിടെ ഇരുത്താൻ ഞാൻ സമ്മതിക്കല. അത്രേ ഉള്ളൂ. അതെ, ഇതൊക്കെ മുളയിലെന്നുള്ളല്ലോ സാറേ.
അല്ലെ വഴിയെ പോകുന്നവനൊക്കെ നാളെ കൊടിവെച്ച കാലിൽ പറക്കും. ആ വക്കീലെ, എല്ലാ കാര്യത്തിലും തീരുമാനമായി. അപ്പൊ നാളെ തന്നെ കോടതിയിൽ ഈ പരിപാടി നടക്കില്ലെന്നുള്ള കാര്യം അറിയിച്ചാലേ. ഇത് തന്നെയാണോടോ വീട്? മുന്നണി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ആ തീരുമാനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അറിയാൻ കഴിയും. ആ തീരുമാനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. ഗതാഗത മന്ത്രിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണോ ഉണ്ടാവുക, അതോ കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. എന്താ സാർ? ഏയ് ഒന്നുമില്ല, നിങ്ങളൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ, അപ്പൊ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് വിചാരിച്ചു. സാറേ വിനു, നിന്നെ പറ്റിയൊക്കെ നന്നായിട്ട് അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ഐഡിയ എടുത്തോ. നിമിഷ സാർ, എന്റെ പേഴ്സണൽ കാര്യം എന്റെ പേഴ്സണൽ കാര്യം എന്റെ ഫോണിന് ഇതൊന്നും സാർ ഇടേണ്ട ആവശ്യമില്ല. എന്താ കാര്യം നിങ്ങൾ എന്തീ കാണിക്കുന്നേ? അതേടാ, പേഴ്സണൽ കാര്യം മാത്രം നോക്കിയാ മതി, വല്ലാണ്ടങ്ങ് തിളക്കല്ലേ. നീയൊക്കെ സാധാരണക്കാരനാ, അപ്പൊ സാധാരണക്കാരന്റെ പണി മാത്രം ചെയ്താൽ മതി. മര്യാദയ്ക്കുള്ള ജോലിക്ക് പോവുക, കുടുംബം നോക്കുക, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, കേട്ടോ? മൂന്ന് ചെറുപ്പക്കാർ എബി മാത്യു, ബിനു ജനാർദ്ദനൻ, പോൾ വർഗീസ് എന്നിവരെ ക്യാബിനറ്റ് പദവികളോടുകൂടി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തലപ്പത്തേക്ക്. ഇനി മുതൽ ഇവർ സാധാരണക്കാരന്റെ ശബ്ദമായി സർക്കാരിന്റെ ഭാഗമാകുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളിലേക്ക്. ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ കോടതിയുടെ ശുപാർശ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. സാർ, ഇത് ക്യാബിനറ്റ് കൂട്ടായ തീരുമാനമാണോ? എല്ലാ നല്ല കാര്യങ്ങൾക്കും ചില എതിർപ്പുകൾ ഉണ്ടാകുമല്ലോ. സർക്കാർ ഈ 3 പേരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ദിവസേന 9 കോടിയിലേക്ക് എത്തിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. നന്ദി, നമസ്കാരം. സുപ്രധാനമായ ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീകാന്ത് പണിക്കരുടെ ജൂനിയേഴ്സായ എബി മാത്യു, ബിനു ജനാർദ്ദനൻ, പോൾ വർഗീസ് എന്നിവരെ സ്പെഷ്യൽ പോസ്റ്റ് നൽകി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ചുമതലക്കാരായി നിയമിച്ചിരിക്കുന്നു. കോടതിയുടെ നിർദ്ദേശം അതേവഴി മുന്നണി യോഗം അംഗീകരിക്കുകയായിരുന്നു. എങ്ങനെയായിരിക്കും ഇവരുടെ ചുമതലകൾ എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ക്യാബിനറ്റ് പദവിയോടുകൂടിയായിരിക്കും ഇവർ തലസ്ഥാനത്തേക്ക് എത്തുക.